ഇന്ന് നിന്റെ ഒരു കാലേ ഞാൻ എടുക്കുന്നുള്ളൂ. നിന്റെ ഏട്ടൻ സാധാരണ മനുഷ്യരെ പോലെ നടക്കുമ്പോ നിന്റെ വീട്ടിൽ കണ്ണൻ സാർ ഉപയോഗിച്ചിരുന്ന ആ വീൽ ചെയർ ഉണ്ടല്ലോ, അതൊരധിക പറ്റാവരുത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? അത് നിനക്കായിക്കോട്ടെ. എന്താ കരയണോടാ, വേദന കൊണ്ട് പുളയണം നീ. സ്വന്തം ഏട്ടന്റെ മരണം ആഗ്രഹിക്കുന്നവനാ നീ. അങ്ങനെ ഒരുത്തൻ ദൈവങ്ങൾക്ക് പോലും വെറുക്കപ്പെട്ടവനാടാ. നിന്റെ ഏട്ടൻ വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ട് എന്നെ രക്ഷിക്കെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ നീ എന്താടാ ചെയ്തത്? അതിന് നിനക്ക് തരാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാ ഞാനിപ്പോ നിനക്ക് തന്നിരിക്കുന്നത്. കൊലയോധരാ. നിന്നെ കൊന്ന് ഏതെങ്കിലും പുഴയിൽ കെട്ടി താഴ്ത്തേണ്ടതാ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഇനി നീ ഓർമ്മയിൽ വെച്ചോ, കണ്ണൻ സാറ് നിന്നെപ്പോലെ ദുർബലനായ ഒരാളല്ല, കരുത്തന. പ്രത്യേകിച്ച് നടക്കാൻ തുടങ്ങിയത് മുതലുള്ള കണ്ണൻ സാർ. അതുകൊണ്ട് ഇനി ആ മനുഷ്യനെയും ഭാര്യയെയും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയും നിനക്കും നിന്റെ ഭാര്യയ്ക്കും പന്ത് തട്ടാൻ പ്രയാസമായിരിക്കൂടാ. എന്ന് മാത്രമല്ല, എന്നെയും ലോപ്പസിനെയും പോലെ കണ്ണൻ സാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിക്കുന്ന കുറച്ച് കൂടപ്പറപ്പുകള് ഇവിടെ പുറത്തുണ്ട്. അതുകൊണ്ട് അവരുടെ ദേഹത്തിന് ഒരു നുള്ളു മണ്ണ് നുള്ളിയിട്ട നീയൊക്കെ മണ്ണിനടിയിലായിരിക്കും. സാറേ, ഈ പറയുന്ന ഉണ്ണിയുടെ അമ്മ ഇപ്പൊ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. അവർ ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നെന്നൊക്കെയാ പറയുന്നേ. പക്ഷേ അങ്ങനെ സാറിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് എപ്പോഴെങ്കിലും വിഷം വിളമ്പി തരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ സാറേ. എനിക്കിങ്ങനൊരു ശ്വാസം മുട്ടലുണ്ടായപ്പോ അമ്മയാ ഉണ്ണിയെ വിളിച്ച് പുറത്തിറക്കിയത്. എന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതും അമ്മയാ. അതൊക്കെ സാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? അവൻ സാറിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ സാർ ഹോസ്പിറ്റലിൽ എത്തില്ല എന്ന് അവന്റെ അമ്മയ്ക്കും അറിയാം, ഭാര്യയ്ക്കും അറിയാം. ആരെയും അത്രയ്ക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഒപ്പസേ. മഹിയും പിന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന ചില സുഹൃത്തുക്കളെയും അല്ലാതെ. എന്തായടാ, അവനെ തവിടുപൊടിയാക്കിയോ? അവനെ മാത്രമല്ല, അവനെ സഹായിച്ച രണ്ടുപേരുണ്ട്. അവരും ചോര തുപ്പിയിട്ടുണ്ട്. എന്റെ സാറേ, ഇവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുണ്ട്. എന്നെ നല്ല പേടിയാ അവന്. അവനാ ഒരു ഇലക്ട്രോണിക് വിദഗ്ധനെയും കൊണ്ട് സാറിന്റെ വീട്ടിലെത്തിയത്, AC-ക്കകത്ത് വിഷം നിറയ്ക്കാൻ. എന്തായാലും അവന്മാരുടെ എല്ലാം വിഷം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സാർ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോ സാറിനൊപ്പം വേറൊരാളും കൂടി ഉണ്ടാവും. അതാരാ? അതൊക്കെ സാറിന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് കാണാം. ഇടാ, ഉണ്ണി എന്ത് ചെയ്തടാ? അവനെ തൂക്കിലേറ്റിയാലും കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് തൂക്കിലേറ്റിയ അവൻ ചെയ്ത പാപത്തിന് പരിഹാരം ആവുമോ ലോപ്പസേ? അവനൊക്കെ നീറി വേണ്ട ഈ ഭൂമിയിൽ നിന്ന് പോവാൻ. ശ്വാസം കിട്ടാതെ ഞാൻ കിടന്ന് പിടയുമ്പോ, നിലവിളിക്കുമ്പോ അവനത് കണ്ട് ആസ്വദിക്കായിരുന്നു. എന്റെ സാറേ, എല്ലാത്തിനും നന്ദി പറയേണ്ട ദൈവങ്ങളോടാ. ഞാൻ ആ സംഭവം നടക്കുന്നിടത്തേക്ക് വരുന്നതിന് മുമ്പ് അമ്പലത്തിലായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് സമയം ധ്യാനിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. അത് ഭാഗ്യമായി.